5th സ്റ്റാൻഡേർഡ് മുതൽ 9th സ്റ്റാൻഡേർഡ് വരെയുള്ള സ്റ്റുഡൻസിന് വേണ്ടി 1 കോടി രൂപയോളം സ്കോളർഷിപ്പ് കിട്ടുന്ന ഒരു കിടിലൻ ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. നമ്മുടെ എക്സാം വൈ ലേണിംഗ് കണ്ടക്ട് ചെയ്യുന്ന എക്സാം വൈ ഫൗണ്ടേഷൻ കോഴ്സിലോട്ട് അടുത്ത അക്കാഡമിക് ഇയറിലോട്ടുള്ള അഡ്മിഷന് വേണ്ടി എക്സാം വൈ കണ്ടക്ട് ചെയ്യുന്ന എക്സാം വൈ എൻട്രൻസ് കം സ്കോളർഷിപ്പ് ടെസ്റ്റ് അഥവാ XCT ഈ വരുന്ന ദിവസങ്ങളിൽ നടക്കാൻ പോവുകയാണ്. IITians-ഉം NITians-ഉം ഡോക്ടേഴ്സും ലീഡ് ചെയ്യുന്ന ഈ ഒരു എക്സ്ക്ലൂസീവ് കോഴ്സിലോട്ടുള്ള ഈ എൻട്രൻസ് ടെസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കോഴ്സ് ഫീൽ നിന്നും നിങ്ങൾക്ക് സ്കോളർഷിപ്പുകൾ കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു അവസരം ഒരിക്കലും മിസ് ചെയ്യരുത്. ഈ ഒരു XCT എക്സാമിനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോയിൽ അപ്കമിംഗ് ആയിട്ട് പറയുന്നതാണ്. അതിൻ്റെ സിലബസ് എന്താണ്, പാറ്റേൺ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യും. സോ അവസാനം വരെ കണ്ടിരിക്കുക. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്താണ് XCT അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു XCT എഴുതുന്നത്? നിങ്ങൾക്കറിയാം, ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത് ഒരിക്കലും നോർമൽ കോഴ്സ് അല്ല. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങളുടെ കൂടെ തന്നെ ഭാവിയിൽ എഴുതാൻ പോകുന്ന എൻട്രൻസ് എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ കൂടി നൽകുന്ന ഒരു കോഴ്സാണ്. IITians-ഉം NITians-ഉം ഡോക്ടേഴ്സൊക്കെ ഒരുക്കിയിട്ടുള്ള ഈ ഒരു കോഴ്സിൽ ഇന്ന് കേരളത്തിലുള്ള ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള നല്ല രീതിയിൽ ഇത്തരത്തിലുള്ള അംബീഷൻസ് കൊണ്ട് നടക്കുന്ന സ്റ്റുഡൻസ് ആണ് ചേർന്ന് പഠിക്കുന്നത്. ആ ഒരു കമ്മ്യൂണിറ്റിയിലോട്ട് അങ്ങനെയുള്ള സ്റ്റുഡൻസുമായിട്ട് കോമ്പീറ്റ് ചെയ്യാനുള്ള ഒരു കിടിലൻ ഓപ്പർച്യൂണിറ്റിയാണ് XCT എക്സാം എഴുതുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. രണ്ടാമത്തെ കാര്യം, എന്താണ് ഇതിനു വേണ്ടി നിങ്ങൾ പഠിക്കേണ്ടത്? ഈ എക്സാമിന് ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം? നിങ്ങൾ ഇപ്പോൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളും തന്നെയാണ് ഇതിനു വേണ്ടി സിലബസ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിക്കൊണ്ട് ഓരോ ക്ലാസ്സുകാർക്കുമുള്ള കൃത്യമായിട്ടുള്ള സിലബസ് തൊട്ടടുത്ത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാവുന്നതാണ്. 5th 6th ക്ലാസ്സിലുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് സയൻസ്, മാത്തമാറ്റിക്സ്, മെൻ്റൽ എബിലിറ്റി എന്നിങ്ങനെ 3 സെഷൻസ് ആയിട്ടാണ് നമ്മുടെ എക്സാമിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിൽ ഓരോ സെഷനിൽ നിന്നും എന്തൊക്കെ ടോപ്പിക്കാണ് വേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും. കൂടുതൽ ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനും അല്ലെങ്കിൽ സിലബസിനെ കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ നമ്മുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാലും www.examvylearning.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കാണാൻ പറ്റുന്നതാണ്. ഇനി 7th 8th 9th ക്ലാസ്സിലുള്ള സ്റ്റുഡൻസിന് നോക്കുകയാണെങ്കിൽ അവർക്ക് സയൻസിന് തന്നെ വീണ്ടും 3 പാർട്സ് ആക്കിയിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിങ്ങനെ 3 പാർട്സ് ആക്കിയിട്ടാണ് ഉണ്ടായിരിക്കുക. അതുകൂടാതെ തന്നെ അതിൻ്റെ കൂടെ മാത്തമാറ്റിക്സും മെൻ്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസും കൂടി ഉണ്ടായിരിക്കും. അതിനും ഇതുപോലെ ടോപ്പിക് വൈസ് എന്തൊക്കെ ടോപ്പിക്കാണോ ഓരോ സബ്ജക്റ്റിലും വരിക എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. വെബ്സൈറ്റിൽ നിന്നും ഈ കാര്യങ്ങൾ വീണ്ടും നിങ്ങൾക്ക് ഒന്നും കൂടി വിസിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ സിലബസ് കണ്ടു. ഇനി ഈ സിലബസിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് വരും, എത്ര സമയമാണ് ഈ എക്സാമിന് ഉണ്ടായിരിക്കുക? കംപ്ലീറ്റ്ലി ഓൺലൈനായിട്ട് നടക്കുന്ന ഈ ഒരു എക്സാമിന് 5th 6th ക്ലാസ്സുകളിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് 40 ക്വസ്റ്റ്യൻസ് ആൻഡ് 45 മിനിറ്റ് ആയിരിക്കും എക്സാമിൻ്റെ പാറ്റേൺ വരുന്നത്. അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം 7th 8th 9th ക്ലാസ്സുകളിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് 60 ക്വസ്റ്റ്യൻസ് ആൻഡ് 60 മിനിറ്റ്സ് ആയിരിക്കും ഈ ഒരു എക്സാമിൻ്റെ പാറ്റേൺ. ഇനി അതിൻ്റെ തന്നെ സബ്ജക്ട് വൈസ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുള്ള ഒരു ടേബിൾ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. 5th and 6th പഠിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് സയൻസ്, മാത്തമാറ്റിക്സ്, അതുപോലെ തന്നെ മെൻ്റൽ എബിലിറ്റി ഇങ്ങനെ 3 സെഷൻസ് ആയിട്ടാണ് നമ്മുടെ എക്സാം ഉണ്ടായിരിക്കുക. സയൻസിൽ നിന്ന് 15 ക്വസ്റ്റ്യൻസ്, മാത്തമാറ്റിക്സിൽ നിന്ന് 20 ക്വസ്റ്റ്യൻസ്, അതുപോലെ മെൻ്റൽ എബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ്, അങ്ങനെ ടോട്ടൽ 40 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. 45 മിനിറ്റ്സ് ആണ് ഇതിൻ്റെ ടൈമായിട്ട് വരിക. ഇനി 7th 8th 9th ക്ലാസ്സുകളിലോട്ട് നോക്കുകയാണെങ്കിൽ അവിടെ സയൻസിന് തന്നെ വീണ്ടും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിങ്ങനെ 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. കൂടാതെ മാത്തമാറ്റിക്സും മെൻ്റൽ എബിലിറ്റിയും കൂടെ അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ 3 സബ്ജക്റ്റിൽ നിന്ന് 10 ക്വസ്റ്റ്യൻസ് ഈച്ച് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ മാത്തമാറ്റിക്സിൽ നിന്ന് 20 ക്വസ്റ്റ്യൻസ്, മെൻ്റൽ എബിലിറ്റിയിൽ നിന്ന് 10 ക്വസ്റ്റ്യൻസ്. സോ ടോട്ടൽ 60 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. 60 മിനിറ്റ്സ് ആണ് അതിൻ്റെ ഡ്യൂറേഷൻ ഉണ്ടായിരിക്കുക. സോ നമ്മുടെ XCT എക്സാം കണ്ടക്ട് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിട്ടാണ്. നിങ്ങൾക്ക് എവിടെ നിന്നിട്ടും ഒരു നല്ല ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. എല്ലാ വർഷവും GCC കൺട്രീസിലും അതുപോലെ തന്നെ ഇന്ത്യൻ്റെ പല ഭാഗത്തുമുള്ള മലയാളി സ്റ്റുഡൻസ് ഇത് അറ്റൻഡ് ചെയ്യാറുണ്ട്. ഈ വർഷം നിങ്ങൾക്കാണ് അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളത്. മാത്രമല്ല ഇതിൻ്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. 1 രൂപ പോലും നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടില്ല. ഈ ഒരു എക്സാമിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പക്ഷേ രജിസ്റ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കൊടുക്കുക. എസ്പെഷ്യലി നിങ്ങളുടെ കോൺടാക്ട് നമ്പർ പോലെയുള്ള കാര്യങ്ങൾ. കാരണം ഈ ഒരു എക്സാമിൻ്റെ ലിങ്ക്, നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ലിങ്ക് കാര്യങ്ങൾ അയച്ചു തരുന്നത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറുകളിലോട്ടായിരിക്കും. അപ്പോൾ ആ വാട്സപ്പ് നമ്പർ റോങ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ആ ലിങ്ക് കിട്ടില്ല എന്നൊരു ഇഷ്യൂ വരും. അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നോക്കി എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യാം. ഇന്ന് കേരളത്തിലെ എൻട്രൻസ് എക്സാമുകളെല്ലാം ടോപ്പേഴ്സ് ആവുന്ന ആളുകൾ, നമ്മളെല്ലാവരും സ്വപ്നം കാണുന്ന കോളേജുകളിൽ പോയി പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അവരെല്ലാവരും ഇത്തരത്തിൽ നേരത്തെ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങി അവരുടെ സ്വപ്നങ്ങൾ എത്തിപ്പെട്ടവരാണ്. അപ്പം നമ്മുടെ എല്ലാവരുടെയും ഡ്രീം സക്സസ് ആയിട്ട് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രിപ്പറേഷൻസ് നമ്മൾ നേരത്തെ തുടങ്ങേണ്ടതുണ്ട്. അതും വളരെ എക്സ്പേർട്സ് ആയിട്ടുള്ള, നിങ്ങൾ സ്വപ്നം കാണുന്ന കോളേജുകളിൽ നിന്ന് പഠിച്ചിറങ്ങിയ IITians-ഉം NITians-ഉം ഡോക്ടേഴ്സുമായിട്ടുള്ള ഫാക്കൽറ്റീസിൻ്റെ കൂടെ ആകുമ്പോൾ, അവർ ഡിസൈൻ ചെയ്തിട്ടുള്ള, അവർ ലീഡ് ചെയ്യുന്ന ഒരു കോഴ്സിൻ്റെ കൂടെ ആകുമ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങളിലോട്ട് എത്തുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സായിരിക്കും. അതിന് വേണ്ടിയിട്ട് എക്സാം വൈ ലേണിംഗും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതിനുള്ളൊരു സുവർണാവസരമാണിത്. ഒരിക്കലും മിസ് ചെയ്യരുത്. രജിസ്റ്റർ ചെയ്യാത്തവർ പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടിയും ഈ ഒരു ഇൻഫർമേഷൻ എത്തിച്ചു കൊടുക്കുക.